ഇന്ന് ഫൈനൽ ഡേ ആണ്. ഇവിടെ നമ്മൾ തിരിച്ച് പോവുകയാണ്. അതിന് മുമ്പ് ലാസ്റ്റ് ഒരു ആക്ടിവിറ്റി പോലെ പാരാസെയിലിംഗ് ചെയ്യാണ്. കപ്പിൾ പാരാസെയിലിംഗ് ആണ്. ഞങ്ങൾ ഒരുമിച്ച് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ട്രിപ്പ് കഴിഞ്ഞു. നമ്മൾ തിരിച്ച് പോവുകയാണ്. നമ്മളിപ്പോൾ എയർപോർട്ടിലെത്തി. മാൽഡീവ്സിൻ്റെ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. 2:30-ക്കാണ് ചെക്ക് ഇൻ തുടങ്ങുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ നേരത്തെ ഒന്നും കയറ്റി വിടില്ല. 2:30 എന്ന് പറഞ്ഞാൽ 2:30 തന്നെയാണ്. ഇപ്പോൾ സമയം ഇവിടെ ഇപ്പോൾ എത്രയുണ്ടാവും? 2:15 അല്ലേ? 2:15 ആയിട്ടുണ്ടാവും സമയം. ഒരു 15 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കയറ്റി വിടുള്ളൂ. അപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ശേഷം അങ്ങോട്ട് പോയി നോക്കണം. എയർ സൂര്യയും ഇമുക ഇത് രണ്ടുമാണ് ചോദിച്ചപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കി നോക്കാം ഇനി എന്താവും എന്നുള്ളത്. ഐസ് ടീ അല്ലേ? ഐസ് ചോക്ലേറ്റ്, ഹോട്ട് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്. ഇവിടുത്തെ വ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്ലെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ഒരു 3 days ട്രിപ്പായിരുന്നു. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആൻഡ് ദിസ് ഇസ് സൺഡേ. നമ്മളിന്ന് റിട്ടേൺ. നമ്മളിപ്പോൾ ആക്ച്വലി കറണ്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ടൈം നമ്മളിപ്പോൾ എയർപോർട്ടിലാണുള്ളത്. ഓക്കെ, ഫ്രം മാലി ടു കൊച്ചിൻ. സോ നമുക്കൊരു എക്സ്പീരിയൻസ് വൈസ് പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക, 3 days എക്സ്പീരിയൻസ്. അതായത് നമുക്ക് മാലിയും 3 days പോരാ, ബട്ട് സ്റ്റിൽ ആ ഒരു 3 days നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു, മാക്സിമം കണ്ടു. പിന്നെ അതേപോലെ നമുക്ക് എന്താ പറയുക, ലൈഫിൽ കുറേ കാര്യം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പാരാസെയിലിങ്ങും പിന്നെ അതേപോലെ കുറച്ച് അഡ്വഞ്ചേഴ്സ് റൈഡ്സൊക്കെ, അതൊക്കെ നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോയ നമ്മുടെ ട്രാവൽ ഏജൻസിക്കാരും അവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഓരോ ടൈമിലും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ കറക്റ്റ് ടൈം ഗൈഡിങ് കറക്റ്റ് ടൈമിലുള്ളതായിരുന്നു. അതേപോലെ അവിടെ എത്തിയപ്പോഴും അതൊക്കെ നല്ല അടിപൊളി സപ്പോർട്ടീവായിരുന്നു. സോ ഓൾ ടുഗദർ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ലൈക്ക് ഹണിമൂൺ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ട്രിപ്പായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അതിനൊന്നുകൂടി ഒരു എന്താ പറയുക, ഒരു റൊമാൻറ്റിക് ട്രിപ്പായിരുന്നു ഇതൊക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. ഞങ്ങളുടെ 3 days ട്രിപ്പായിരുന്നു മാൽഡീവ്സിലേക്ക്. സൂപ്പറായിരുന്നു. ഞങ്ങൾ മാക്സിമം അടിച്ചു പൊളിച്ചു. കുറച്ച് ടൈമേ കിട്ടിയില്ലെങ്കിലും കിട്ടിയ ടൈം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. അതുപോലെ പാരാസ്ലൈഡിംഗ് ഒക്കെ
ഇപ്പോഴും